സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണനോടൊപ്പമുള്ള മുഖ്യമന്ത്രിയുടെ AI ചിത്രം പ്രചരിപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെതിരെ അന്വേഷണം തുടരാൻ പോലീസ് നാളെ മൊഴി രേഖപ്പെടുത്തും. സുബ്രഹ്മണ്യന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനും തീരുമാനമായിട്ടുണ്ട്. അതിനിടെ സുബ്രഹ്മണ്യനെ ഇന്നലെ വീട്ടിലെത്തി കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടി സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം. സുനിൽ തോമസ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിൽ തോമസ്, ഈ AI ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇയാൾ സുബ്രഹ്മണ്യൻ AI ചിത്രം ഉണ്ടാക്കിയെന്ന് നമ്മളാരും കരുതുന്നില്ല. പക്ഷേ അയാൾ സുബ്രഹ്മണ്യന് കിട്ടിയ AI ചിത്രം ഫേസ്ബുക്കിൽ ഇട്ടതാണ് വലിയ വിവാദമായി തീർന്നത്. പിന്നീട് പല നേതാക്കളും അണികളും ഒക്കെ അത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ദൃശ്യം അതൊരു AI ചിത്രമല്ല, അതൊരു ഫോട്ടോഷോപ്പിംഗ് നടത്തിയ ദൃശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഇത് സുബ്രഹ്മണ്യന് പെട്ടെന്ന് അത് ആരോ അയച്ചു കൊടുത്തു, ആവേശത്തിലെടുത്ത് ഇട്ടതാണ്. പക്ഷേ അതിന് പോലീസ് ഇത്ര വലിയ കടുത്ത നടപടിയിലേക്ക് വീടൊക്കെ വളഞ്ഞ് അറസ്റ്റ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നോ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ചോദ്യവും പ്രസക്തമാണ്. എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത്? എൻ സുബ്രഹ്മണ്യനെ തൊട്ടാൽ കാര്യങ്ങൾ പൊള്ളുമോ, അതല്ല സുബ്രഹ്മണ്യനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരാനാണോ കോൺഗ്രസിന്റെ തീരുമാനം? സുരോജ്, ഗുഡ് മോർണിംഗ്. ഹരികുമാർ, ഗുഡ് മോർണിംഗ്. അതായത് ഒരു പിടികിട്ടാ പുള്ളിയെ പിടികൂടുന്നത് പോലെയാണ് ഇന്നലെ സുബ്രഹ്മണ്യന്റെ വീട് വളഞ്ഞ് പോലീസ് ജീപ്പിൽ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. പക്ഷേ ഏതായാലും കോൺഗ്രസ് UDF വലിയ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും നോട്ടീസ് നൽകി സുബ്രഹ്മണ്യനെ വിളിച്ചു വരുത്തേണ്ട ഒരു സാഹചര്യം ചേവേർ പോലീസിന് വന്നിരിക്കുന്നത്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുബ്രഹ്മണ്യന് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യാനോ മൊഴിയെടുക്കാനോ പോലീസിന് സാധിച്ചിട്ടില്ല. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലെ പോലീസ് സ്റ്റേഷന് മുറ്റത്ത് നടന്നു. DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കുത്തിയിരുന്നുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. അതായത് പോലീസിന് കൈപൊള്ളുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. കാരണം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന ഒരു കേസ്, വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കാവുന്ന കുറ്റങ്ങൾ ചുമത്തിയ ഒരു കേസ് മാത്രമാണ്. അതിനാണ് പോലീസ് ഇത്ര തിടുക്കപ്പെട്ട്, അതും മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവിനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ടുവന്ന് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാനോ മരുന്ന് കഴിക്കാനോ അനുവദിക്കാതെ പിടിച്ചുകൊണ്ട് വന്നു എന്നാണ് ഇന്നലെ സുബ്രഹ്മണ്യൻ പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി CPM നിർദ്ദേശപ്രകാരം പോലീസ് ചെയ്തുവെന്ന രാഷ്ട്രീയ ആരോപണത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് ഈ ആംബുലൻസ് കൈമാറ്റ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണെന്ന നിലപാടിൽ തന്നെയാണ് സുബ്രഹ്മണ്യനുള്ളത്. താൻ ഉണ്ടാക്കിയ ചിത്രങ്ങളൊന്നും തന്നെയല്ല, തനിക്ക് കിട്ടിയ ഒരു 2-3 ചിത്രം അദ്ദേഹം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു എന്ന് മാത്രമാണ് സുബ്രഹ്മണ്യൻ ചെയ്തതെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത് AI നിർമ്മിത ചിത്രമാണെന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ചേവേർ പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. ഈ കേസിൽ പരാതിക്കാരനില്ല, പോലീസ് സ്വമേധയെടുത്ത കേസാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് പോലീസ് ഈ കേസ് നടപടിയുമായി മുന്നോട്ട് പോകും. അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട്, അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്യും. അരുകുമാർ, ഓക്കെ, താങ്ക് യു. സുനോജാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ സുബ്രഹ്മണ്യനെ പോലെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ, വാട്സപ്പിൽ, ഫേസ്ബുക്കിലൊക്കെ ഫോർവേഡ് ചെയ്തു വരുന്ന ചിത്രങ്ങൾ അതേപടി എടുത്തങ്ങ് ഷെയർ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇത് AI ചിത്രമാണോ, ഇത് ഒറിജിനൽ ചിത്രമാണോ എന്നെങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള ചിത്രങ്ങൾ മാത്രമേ നിങ്ങൾ വാട്സപ്പിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും പങ്കുവയ്ക്കാവൂ. ഇല്ലെങ്കിൽ സുബ്രഹ്മണ്യന് പറ്റിയതുപോലെ പറ്റും. പക്ഷേ പോലീസ് കാണിച്ചത് ഓവറാക്കി ചളവാക്കാതെ എന്ന് പറയുന്നത് പോലെയാണ്, ഒരു പിടികിട്ടാപ്പുള്ളിയെ പിടിക്കുന്നത് പോലെയാണ് എൻ സുബ്രഹ്മണ്യനെ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ പോയത്. അത് മറ്റൊരു വിവാദത്തിന് കാര്യമായി. നോട്ടീസ് കൊടുത്ത് വിളിച്ചാൽ എൻ സുബ്രഹ്മണ്യൻ വരത്തില്ലേ? എൻ സുബ്രഹ്മണ്യൻ എന്താ എവിടെയെങ്കിലും ഒളിച്ചോടി പോകും? ഒന്നുമില്ലല്ലോ. പക്ഷേ എൻ സുബ്രഹ്മണ്യൻ ചെയ്തതും ശരിയല്ല. അതോടൊപ്പം തന്നെ എൻ സുബ്രഹ്മണ്യനെ പിടികൂടിയതിൻ്റെ ധൃതിയും അതും ശരിയല്ല എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ഒരു വിമർശനം.